ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ തെരുവിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. തെരുവ് നായ്ക്കൾ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ പ്രകാശനുള്ളത്. ഒരാളും സഹായത്തിനില്ല. കാദംബരിയുടെ അരികിൽ പോയെങ്കിലും കാദംബരി അവിടെ നിന്ന് മാട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. എന്തായാലും വഴിയരികിൽ വെച്ച് നമ്മുടെ സരയുവിനെ കാണുന്നുണ്ട്. സരയു കുറച്ച് പൈസ അവന് കൊടുക്കുന്നുണ്ട് ഭക്ഷണത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇനി ആ കല്യാണിയെ നിങ്ങൾ ഇല്ലാതാക്കണം, നിങ്ങളുടെ ജീവിതം ഈ തരത്തിലാക്കിയത് ആ കല്യാണിയാണ്, അതുകൊണ്ട് കല്യാണിയെ ഇല്ലാതാക്കാം, നിങ്ങൾക്ക് ഞാൻ അതിന് എളുപ്പം സാധിക്കുമെന്നൊക്കെ സരയു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും അതൊന്നും തന്നെ നമ്മുടെ പ്രകാശന് ഇഷ്ടപ്പെടുന്നില്ല. പ്രകാശൻ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യാനാണ്, എനിക്കിനിയിപ്പോൾ ഒന്നിനോടൊന്നും ഇതും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അവൻ ഓരോ ദിവസം കഴിയുന്തോറും പ്രകാശന്റെ അവസ്ഥ വളരെ ദയനീയമായിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ തെരുവിൽ അങ്ങനെ അലയുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ കല്യാണിക്ക് സങ്കടം വരികയാണ്. എന്തായാലും കല്യാണി പ്രകാശന് ചെറിയൊരു അഭയം കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ കമ്പനിയിൽ ചെറിയൊരു പ്യൂണിന്റെ പോലത്തെ ഒരു ജോലി കൊടുക്കുകയാണ്. വളരെ താഴെ തട്ടിലുള്ള ഒരു ജോലി കൊടുക്കുന്നുണ്ട് പ്രകാശന് അത് നല്ലൊരു സന്തോഷമാവുകയാണ്. പൈസ ഒന്നും ശമ്പളമൊന്നും കിട്ടിയില്ലെങ്കിൽ 3 നേരത്തെ ഭക്ഷണവും അതുപോലെ തന്നെ തലചായ്ക്കാൻ ഒരു ഇടം കിട്ടുമല്ലോ. ആ ഒരു സന്തോഷത്തിലാണ് എന്തായാലും പ്രകാശൻ കല്യാണിയോട് കൈകൂപ്പി നിന്ന് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ സരയൊക്കെ അറിയുന്നുണ്ട്. ഇപ്പോൾ കല്യാണിയുടെ കൂടെയാണ് പ്രകാശൻ, കല്യാണിയുടെ സംരക്ഷണത്തിനാണ് പ്രകാശൻ എന്നൊക്കെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ സരയു പ്രകാശനോട് ആവശ്യപ്പെടുകയാണ്, അതെ നിങ്ങളുടെ മകൾ അവരെ നിങ്ങൾ കൊല്ലണം, അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അവൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവളെ നിങ്ങൾ ഇല്ലാതാക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് പ്രകാശന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പ്രകാശൻ പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ എൻ്റെ മോളെ ഒരുപാട് ദ്രോഹിച്ചതാണ്, ഇനി ഞാൻ എൻ്റെ മോളെ ദ്രോഹിക്കില്ല, എനിക്കിപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല, ഇപ്പോൾ എനിക്ക് എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ വിക്രത്തിനെ കൊണ്ട് എനിക്ക് ഒരു കാര്യവും ഉണ്ടായില്ല, ഞാനിപ്പോൾ ജീവിതം ശരിക്ക് പഠിച്ചു വരുന്നതേ ഉള്ളൂ, പിന്നെ നീ ഇപ്പോൾ ഈ കല്യാണിയോട് മത്സരിക്കാൻ നടക്കുന്നില്ലേ, കല്യാണി മോളോട് മത്സരിക്കാതെ നീ നിന്റെ ജീവിതം നന്നാക്കാൻ നോക്ക്, നിന്റെ ഭർത്താവിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം, നിന്റെ ഭർത്താവ് എങ്ങനെയുള്ള ആളാണെന്നും അതുപോലെ തന്നെ നിന്റെ ഭർത്താവിന് എത്ര ഭാര്യമാരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നീ ഒന്ന് അന്വേഷിച്ച് വെക്കുന്നത് നന്നായിരിക്കും, നിന്റെ ജീവിതം നീ ആദ്യം നന്നാക്കാൻ നോക്കുന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ പറയുന്നുണ്ട്. അങ്ങനെ അതൊരു അട്ടി കിട്ടിയ പോലെ ആവുകയാണ് നമ്മുടെ സരയുവിന്. എന്തായാലും പ്രകാശന്റെ വാക്കുകളിലൂടെയൊക്കെ എന്തായാലും സരയു സത്യങ്ങളൊക്കെ ഉടനെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകാശനും സഹിക്കിട്ടിട്ട് പ്രകാശനും കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ബൈ, താങ്ക്